നമസ്കാരം. ഓഫീസ് ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ എക്സൽ ഫോർ ഇൻ്റർമീഡിയറ്റ് യൂസേഴ്സിൻ്റെ പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എക്സൽ ഫോർ ബിഗിനേഴ്സിനും എക്സൽ ഫോർ ഇൻ്റർമീഡിയറ്റിനുമായിട്ട് മൊത്തം 3 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ 3 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് തീർച്ചയായിട്ടും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടെങ്കിലും കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എക്സൽ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഡാറ്റ ഗ്രൂപ്പിംഗ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഈ എംപ്ലോയീസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്യാം. ഇവിടെ ഓരോ എംപ്ലോയീസും വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് കരുതുക. അത് ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കൊടുത്തിട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള എംപ്ലോയീസ് എല്ലാം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് കരുതുക. അതുപോലെ 11 മുതൽ 20 വരെയുള്ളത് IT ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നും 21 മുതൽ 30 വരെയുള്ളത് HR ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്നുള്ളതും കൊടുത്തു. ഇനി നമുക്കിതെങ്ങനെ ഗ്രൂപ്പ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഈ റോസ് സെലക്ട് ചെയ്യാം. ഈ റോസിൻ്റെ ഏതെങ്കിലും ഒരു റേഞ്ച് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഡാറ്റ ടാബിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് കാണാൻ പറ്റും റോസ്, കോളംസ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തത് റോസ് ആണ്. അപ്പോൾ നമുക്ക് റോ ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സെലക്ഷനിലുള്ള ഭാഗം ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. അതുപോലെ ഇവിടെ 11 മുതൽ 20 വരെ സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. അതുപോലെ 20 മുതൽ 30 വരെ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് പ്രസ് ചെയ്യുക, റോസ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈൻ കാണാൻ വേണ്ടി സാധിക്കും. ഈ ലൈനിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓരോ മൈനസ് ചിഹ്നവും കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു റോസൊക്കെ ഗ്രൂപ്പ് ചെയ്തു എന്നതാണ് പറയുന്നത്. അതായത് നമുക്കിവിടെ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ഭാഗം, ഇപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസിനെ നമുക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ സെപ്പറേറ്റ് സെലക്ട് ചെയ്ത് ഹൈഡ് ചെയ്യണം. അതിന് പകരം നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു മൈനസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഹൈഡ് ആവുന്നതായിട്ട് കാണും. അതുപോലെ ഇവിടെ നമുക്ക് IT ഡിപ്പാർട്ട്മെൻറ്റിൽ ഹൈഡ് ചെയ്യാം, HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഹൈഡ് ചെയ്യാം. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് വേണ്ടത് ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്താൽ വേറെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൊത്തം ഡാറ്റ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്തത് ഹൈഡ് ചെയ്യാനായിട്ട് ഇവിടെ 1 അമർത്തിയാൽ മതി. അതുപോലെ അൺഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 2 അമർത്തിയാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ എളുപ്പത്തിൽ റോസ് ഹൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കോളംസും ഹൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നമുക്കിപ്പോൾ ഇവിടെ ഈ ഹവേർലി വേജസും ഹവേഴ്സ് വർക്കഡും ആണ് നമുക്ക് ഹൈഡ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ഏരിയ സെലക്ട് ചെയ്യുക. അത് നമുക്ക് ഈ ഒരു കോളത്തിൽ ഏതെങ്കിലും 2 റേഞ്ച് സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെയാണെങ്കിലും മതി, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഡാറ്റ ടാബിൽ ഗ്രൂപ്പ് എടുക്കുക. എന്നിട്ട് റോസിന് പകരം കോളംസ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെയും നമുക്ക് ഇതുപോലെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 റോസ് നമുക്കിവിടെ ഹൈഡാവും. അതുപോലെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം 1 നെക്കിയാൽ ഹൈഡാണ്, 2 നെക്കിയാൽ അൺഹൈഡാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നത് മൂലം നമുക്ക് വലിയ ഡാറ്റാസൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഡാറ്റ മൈനസ് ചെയ്തിട്ട് പെട്ടെന്ന് മറ്റുള്ള ഡാറ്റകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പിംഗ് മൊത്തം ഞാനിവിടെ അൺഗ്രൂപ്പ് ചെയ്യുകയാണ്. നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അൺഗ്രൂപ്പ് കൊടുക്കാം, കോളംസ്. അതുപോലെ നമ്മൾ റോസും സെലക്ട് ചെയ്തിട്ട് അൺഗ്രൂപ്പ് കൊടുക്കുക. ഇവിടെ അൺഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, റോസ് സെലക്ട് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ അൺഗ്രൂപ്പായി കിട്ടി. ഇനി ഞാനിത് ഡിലീറ്റ് ചെയ്യാണ്. നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അഡ്ജസ്റ്റൻറ്റ് സെല്ലുകൾ തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അത് ഒരുമിച്ച് ഗ്രൂപ്പായി പോകും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഒരു ബ്ലാങ്ക് റോ അല്ലെങ്കിൽ ബ്ലാങ്ക് കോളംസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, നേരത്തെ ആഡ് ചെയ്ത പോലെ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റാസ് നമുക്ക് എങ്ങനെ മറ്റു ഫയലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഷീറ്റ് 6 സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ ഡാറ്റ മെനുവിൽ ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് ആൻഡ് ട്രാൻസ്ഫോം ഡാറ്റ ഉണ്ട്. അതിൽ ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഫ്രം എക്സൽ വർക്ക് ബുക്കിൽ നിന്ന് എങ്ങനെ ഒരു ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രം എക്സൽ വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഏതെങ്കിലും ഒരു എക്സൽ വർക്ക് ബുക്ക് ഡാറ്റ ഇതുപോലെ സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ആ എക്സൽ വർക്ക് ബുക്കിൽ എത്ര ഷീറ്റ് ഉണ്ടോ അതൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇപ്പോൾ ഈ ഒരു എക്സൽ വർക്ക് ബുക്കിൽ ഷീറ്റ് 1 മാത്രമാണുള്ളത്. അപ്പോൾ അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നു. എന്നിട്ട് നമുക്കിവിടെ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ ഇവിടേക്ക് വന്നതായിട്ട് കാണാം. കോളം 1ൽ നെയിമും ബാക്കി ലോവർ കേസ് ഡീറ്റെയിൽസുമായിട്ട് ആ ഡാറ്റ വന്നതായിട്ട് കാണാം. അതുപോലെ നമുക്കൊരു ഡാറ്റ ഒരു ടെക്സ്റ്റ് ഫയലിൽ നിന്ന് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഡാറ്റ ടാബിൽ തന്നെ ഗെറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുക. ഫ്രം ഫയലിൽ നിന്ന് ഫ്രം ടെക്സ്റ്റ് CSV എടുക്കുക. അതിൽ നമ്മളിവിടെ ടെക്സ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ഫയലിലുള്ള ഡാറ്റ നമുക്ക് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും.
ഈ ടെക്സ്റ്റ് ഫയൽ ഇതുപോലെയുള്ള ഒരു ഡാറ്റയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് നമ്മൾ എക്സലിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ട് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഫ്രം ടെക്സ്റ്റ് ഫയൽ സെലക്ട് ചെയ്തപ്പം ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് വന്നത്. അതിൽ നമുക്കിവിടെ അത് കോളം വൈസ് സെപ്പറേറ്റ് ചെയ്തായിട്ട് കാണാം. എന്നിട്ട് നമുക്കിവിടെ ലോഡ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷീറ്റിലേക്ക് ഇത് വന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ടെക്സ്റ്റിലുള്ള ഡാറ്റ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമുക്ക് ഡാറ്റ ടാബിൽ ഗെറ്റ് ഡാറ്റയിൽ ഫ്രം ഫയലിൽ നമുക്ക് XML ഫയലിൽ നിന്നും JSON ഫയൽ അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ PDF ചെയ്യാനായിട്ട് നമ്മൾ ഫ്രം PDF സെലക്ട് ചെയ്യുക, PDF ഡാറ്റ സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് PDF-ലുള്ള ഡാറ്റ എക്സലിലേക്ക് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ PDF-ൽ ഒരു ടേബിളാണുള്ളത്. നമുക്കിവിടെ പേജ് വൈസും ടേബിൾ വൈസും എന്നുള്ള രീതിയിൽ 2 രീതിയിൽ നമുക്ക് ഡാറ്റ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ലോഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ എക്സലിലേക്ക് ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ട് ഒരു ടേബിൾ വൈസായിട്ട് ഓട്ടോമാറ്റിക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ PDF ഫയൽ എക്സൽ ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത നമുക്ക് ഡാറ്റ ടാബിൽ പഠിക്കാനുള്ളത് ഡാറ്റാബേസിൽ നമുക്ക് വേണമെങ്കിൽ ഡാറ്റാസ് എക്സലിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ മൈക്രോസോഫ്റ്റ് ആക്സസ് ഡാറ്റാബേസിനും നമുക്കിതുപോലെ പറ്റും. അതുപോലെ മറ്റ് ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ ഫ്രം അതർ സോഴ്സിൽ നമുക്കൊരു ടേബിളിൽ നിന്ന് ഡയറക്റ്റ് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. കൂടാതെ നമുക്ക് ഇമേജിൽ നിന്ന് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ PDF നിന്ന് ഇമ്പോർട്ട് ചെയ്ത പോലെ നമ്മൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇൻസേർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇമേജിലുള്ള ഡാറ്റ ഇത് അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു ടേബിളായിട്ട് കറക്റ്റ് തരും. അപ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും റിവ്യൂ നടത്താനുണ്ടെങ്കിൽ കണ്ടോ, ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. അവിടെ റിവ്യൂ കൊടുത്തിട്ട് ഇത് ID ആണോ എന്ന് നമ്മൾ നോക്കുക, അത് കറക്റ്റ് അടിച്ചു കൊടുക്കുക. അതുപോലെ ഇവിടെ ITക്ക് T മാത്രമേ വന്നിട്ടുള്ളൂ, അതുപോലെ T കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ എല്ലാതും നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇൻസേർട്ട് ഡാറ്റ കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്നാണ് ഒരു ഇമേജ് ഫയൽ ഒരു എക്സൽ ഫയലിലേക്ക് കൺവേർട്ട് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇമ്പോർട്ട് ഡാറ്റ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സലിലേക്ക് മാറ്റാൻ പറ്റും. അതുകൂടാതെ നമുക്ക് വെബിൽ നിന്നും ഇതുപോലെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ആ വെബ് പേജിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാം. ഞാനിവിടെ കോഴിക്കോടിൻ്റെ ഒരു വിക്കിപീഡിയ വെബ്സൈറ്റാണ് എടുക്കുന്നത്. അത് നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഗെറ്റ് ഡാറ്റയിൽ ഫ്രം അതർ സോഴ്സിൽ വെബ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഫ്രം വെബ് എടുക്കാം. നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഗെറ്റ് ഡാറ്റയിൽ നിന്ന് എടുക്കുന്നതിന് പകരം ഫ്രം വെബ്, ഫ്രം ടെക്സ്റ്റ്, ഫ്രം പിക്ചർ ഇതൊക്കെ ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്രം വെബ് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ URL ഇവിടെ പേസ്റ്റ് ചെയ്യാം, ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ URL ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഈ URL നമുക്ക് എന്താ വെച്ചാൽ കുറേ ഡാറ്റ ഉണ്ട്. ഇവിടെ നമുക്ക് ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ കുറച്ച് ടേബിൾസ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ഡാറ്റാസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് നോക്കാം. കണ്ടോ, HTML ആയിട്ടുള്ള കുറേ ടേബിൾസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അതുപോലെ നമുക്കിവിടെ സജസ്റ്റഡ് ടേബിൾസ് പറഞ്ഞ് കാണാം. അപ്പോൾ ടേബിൾ 17 ഉണ്ട്. അപ്പോൾ എന്താണ് വരുന്നത് നോക്കാം. കണ്ടോ, ഇതുപോലെ അതിലുള്ള ആ ഒരു വെബിലുള്ള ഡാറ്റ നമുക്കിതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടോ, ഇവിടെ നമുക്ക് ആ കോളം 1 കോളം 2 പറഞ്ഞിട്ട് നമുക്കിവിടെ കിട്ടിയ ആ ഒരു ഡാറ്റ നമുക്കിവിടെ എത്ര എളുപ്പത്തിലാണ് ഡാറ്റ വന്നതെന്ന് നോക്കുക. എന്നിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഫ്രം വെബ് എടുത്തിട്ട് ഇതുപോലെ എളുപ്പത്തിൽ ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ട് ഡാറ്റയിൽ പറയാനുള്ളത്. അപ്പോൾ എക്സൽ ഇൻ്റർമീഡിയറ്റ് സെക്ഷൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റ് വീഡിയോസൊക്കെ കാണുക, ഇതിൻ്റെ മുന്നത്തെ പാർട്സും കാണുക. അപ്പം കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് വരാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.